സ്റ്റാർട്ട്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 15 വർഷമായി മുട്ടുവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ 15 വർഷം മുമ്പ് തുടങ്ങിയ സമയത്ത് ഞാനൊരു ഓർത്തോ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എനിക്ക് മെഡിസിൻസ് തന്നു, കുറച്ച് എക്സസൈസ് തന്നു, പിന്നെ കുറച്ച് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് അപ്പോൾ കുറച്ച് ബെറ്ററായി. അങ്ങനെ കുറച്ച് ദിവസം പോയി. വീണ്ടും മുട്ടുവേദന വന്നപ്പോൾ വീണ്ടും കണ്ടു. വീണ്ടും കുറച്ച് കാലം കഴിക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി ഇത് ഭേദമാവണില്ല, വീണ്ടും വീണ്ടും വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടു. ഹോമിയോപ്പതി ഡോക്ടർ പറഞ്ഞു ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു 5-6 വർഷം കഴിച്ചാൽ ഭേദം കിട്ടുമെന്ന് പറഞ്ഞു. ഞാനൊരു 3 വർഷം കണ്ടിന്യൂ ചെയ്തു ഹോമിയോപ്പതി. പക്ഷേ എനിക്ക് അതിൽ നിന്നും ഒട്ടും എനിക്ക് ഭേദം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇനി എന്താ ശരി, ഇനി ആയുർവേദം നോക്കാമെന്ന് പറഞ്ഞ് ആയുർവേദത്തിന് പോയി അവിടെ ചികിത്സയൊക്കെ ചെയ്ത് കിഴി കെട്ടി വയ്ക്കലും മരുന്ന് കെട്ടി വയ്ക്കലും ഇതൊക്കെയായി. ഒരു 14 ദിവസം അങ്ങനെ പോയി. പിന്നെ അങ്ങനെ റെസ്റ്റ് എടുത്തു. അങ്ങനെ കുറച്ച് പോയി, കുറച്ച് ബെറ്ററായി. വീണ്ടും 6 മാസം കഴിയുമ്പോഴേക്കും വീണ്ടും വന്നു. വീണ്ടും വേദന വന്നു. വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ 15 വർഷം പോയത്. അവസാനമായി ഇപ്പോൾ ഞാൻ എന്താ വേണ്ടേ തീരുമാനിച്ചിട്ട് ഒരു ഡോക്ടറെ കണ്ടപ്പോൾ അങ്ങേര് ശരി എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എക്സ്റേ എടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് 4th സ്റ്റേജാണ്, എന്തായാലും ഇനി ഓപ്പറേഷൻ കൂടാണ്ട് കഴിയില്ല, ഓപ്പറേഷൻ തന്നെയാണ് ഇതിന് ഇനി ഒരു പോംവഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് ഞാനും അധികമൊന്നും അങ്ങനെ ആരായിട്ടും അങ്ങനെ അത്രയ്ക്കൊന്നും കേട്ടിട്ടുമില്ല. എന്നാലും എനിക്ക് വളരെ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞതാ 10 ദിവസമായി. ഇപ്പോൾ എനിക്ക് ഭയങ്കര വേദനയാണ്. ഫിസിയോതെറാപ്പി വന്ന് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയാണ്. എന്നിരുന്നാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത് എന്താണ്, ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ കുറച്ച് കുറയുന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. പിന്നെ 3 മാസം കഴിയണം കുറച്ചുകൂടി നടക്കാനും എല്ലാത്തിനും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വേദനയുടെ മൂർധന്യാവസ്ഥയിലാണ് ഇരിക്കണേ. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു.